മണ്ണാർക്കാട് പഞ്ചായത്ത് വിഭജിച്ച് തെങ്കര പഞ്ചായത്ത് രൂപം കൊണ്ടതോടെ നടന്ന ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ഭരണത്തിൽ വരികയും കെ സുരേന്ദ്രൻ പ്രസിഡന്റ് പദം അലങ്കരിക്കുകയും ചെയ്തു. 2005-ൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീനയായിരുന്നു. ആദ്യമായി തെരഞ്ഞെടുപ്പ് നേരിട്ട് മികച്ച വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞ ഷീന ഒരിടവേളയ്ക്ക് ശേഷം മുണ്ടക്കണ്ണി വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ്. LDF സ്ഥാനാർത്ഥിയായ ഷീനയെക്കുറിച്ച് നാട്ടുകാർക്കും നല്ല മതിപ്പാണ്. ആരോടും പരിഭവമില്ല, പിണക്കമില്ല, എപ്പോഴും പ്രസന്നമായ മുഖം. നാട്ടിലെ ജനങ്ങൾക്കായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഷീനയ്ക്കുണ്ട്. മൈക്കിനു മുൻപിൽ നിന്നും 2 വാക്ക് പോലും പറയാൻ കഴിയാത്ത ഷീന 2005-ലെ തിരഞ്ഞെടുപ്പിലൂടെ അറിയപ്പെടുന്ന ജനപ്രതിനിധിയായി. നാട്ടുകാരും പാർട്ടിയും ചേർത്ത് പിടിച്ചതോടെ പലതും പഠിച്ചു. ഇത്തവണ മികച്ച വിജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഷീന മത്സരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി വികസന മുരടിപ്പ് നേരിട്ട വാർഡിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനങ്ങൾ അവരോടൊപ്പം നിന്ന് ചെയ്യാൻ കഴിയുമെന്നും ജലലഭ്യത ഉറപ്പാക്കുവാൻ തടയണ നിർമ്മാണം, വാർഡുകളിലെ റോഡുകളുടെ നവീകരണം, വീടില്ലാത്തവർക്ക് വീട് തുടങ്ങി വാർഡിൽ എന്തൊക്കെ കുറവുണ്ടോ അതെല്ലാം പരിഹരിക്കുവാൻ മുൻനിരയിലുണ്ടാകുമെന്ന് ഷീന പറഞ്ഞു. 2005-ല് തെങ്കര ഗ്രാമപഞ്ചായത്തില് മുണ്ടക്കണ്ണി വാർഡില് ആദ്യമായിട്ട് മത്സരിക്കാൻ ഇറങ്ങിയതാണ് ഞാന്. അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. എല്ലാരും എന്റെ ഒപ്പം നിന്നു, എന്നെ വിജയിപ്പിച്ചു. നല്ല രീതിയിൽ എനിക്ക് മുണ്ടക്കണ്ണി വാർഡ് അന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പിന്നെ അന്ന് അറിയാത്ത കാര്യങ്ങളെല്ലാം ജനങ്ങൾ എന്നോടൊപ്പം നിന്ന്, അവരോടൊപ്പം ഞാനും നിന്ന് ഞങ്ങൾ സഹകരിച്ച് അങ്ങനെ എല്ലാ കാര്യത്തിലും പോയിരുന്നു. പിന്നെ കുമ്പാരംകുന്നത്ത് കുടിവെള്ള പദ്ധതി, അതുപോലെ കുറെ വീടുകള്, പിന്നെ കരിമ്പനത്തോട്ടം, റോഡ്, അങ്ങനെ കുറെ കാര്യങ്ങള് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അന്ന് ഇന്ന് ഞാൻ മത്സരിക്കാൻ മുണ്ടക്കണ്ണി വാർഡില് ഇറങ്ങിയിട്ടുണ്ട്. അന്നത്തെ അതേ സ്നേഹവും പിന്നെ പെരുമാറ്റവും എനിക്ക് ഇന്നും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷം എനിക്ക് നല്ലപോലെ ഉണ്ട്. അത് വിശ്വാസമുണ്ട്, അവര് എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഇന്നും അവരോടുണ്ട്. പിന്നെ അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. എല്ലാ ഇതിലും ഞാൻ അവരോടൊപ്പം, അവരിൽ ഒരാളായിട്ട് അവരോടൊപ്പം നിൽക്കാറുണ്ട്. പിന്നെ എന്റെ കഴിഞ്ഞിട്ട് പിന്നെ ഭാസ്കരേട്ടനായിരുന്നു ഇവിടെ മെമ്പർ. ഭാസ്കരേട്ടന് പറ്റാവുന്ന വികസനങ്ങളെല്ലാം ഈ വാർഡിൽ നടത്തിയിട്ടുണ്ട്. ഞാന് വാർഡിൽ കൂടെ ഇപ്പൊ ഇറങ്ങി നോക്കുമ്പോ ഒരുപാട് ആൾക്കാര് എന്റെ അടുത്ത് റോഡിന്റെ കംപ്ലൈന്റുകളാണ് പറഞ്ഞത്. ഇന്ന ഭാഗത്തേക്കുള്ള റോഡുകള് ഷീന ജയിക്കുകയാണെങ്കിൽ ഞങ്ങക്ക് ചെയ്തു തരണം. അപ്പൊ ഞാൻ പിന്നെ അതുപോലെ വീടില്ലാത്ത ആൾക്കാർക്ക് ഫുള്ളും വീടുകള് കൊടുക്കാനുള്ള ഒരു ഇതും ഞാൻ ശ്രമിക്കും. തൊഴിലുറപ്പില് ഇവിടെ തൊഴിലാളികൾക്ക് പണിയില്ല എന്നുള്ളൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പ്ലാന്റേഷനിലാണ് ഇപ്പൊ അധികവും പണി ചെയ്യുന്നത്. അത് പരമാവധി നമ്മുടെ വാർഡിൽ കൂടെ തന്നെ എടുക്കാനുള്ള ശ്രമം നടത്തും. പിന്നെ ഇതിനു മുമ്പ് ഭാസ്കരേട്ടൻ മെമ്പർ ആയപ്പോഴും പണിയുടെ ഒന്നും ഒരു പ്രശ്നം എവിടെയും വന്നതും പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ പ്രസന്ന മെമ്പറായി നിൽക്കുമ്പോഴും പണിയുടെ അതിന്റെ ഒന്നും ഒരു ഇത് ചെയ്തിട്ടില്ല. പ്രസന്നയും തന്നെ ഒരുപാട് വീടുകളും റോഡുകളും നേരാക്കി വാർഡിനെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ 5 കൊല്ലം നിൽക്കുകയാണെങ്കിൽ തന്നെ എന്നെ ജനങ്ങൾ ജയിപ്പിക്കും എന്നുള്ള വിശ്വാസത്തില് ഞാൻ അവരിൽ ഒരാളായി അവരോടൊപ്പം ഉണ്ടാവും. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കൊപ്പം ഓരോ വീട്ടിലുമുള്ളവരുടെ പ്രയാസങ്ങളും കുറവുകളും ആരായുവാനും ഷീന മറന്നില്ല. മുൻ മന്ത്രി കെ ഇസ്മായിൽ അടക്കമുള്ള നേതാക്കളും സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുവാൻ കൂടെയുണ്ട്. LDF സ്ഥാനാർത്ഥിയായാണ് ഷീന ജനവിധി തേടുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം നല്ല വ്യക്തിബന്ധം നിലനിർത്തുവാൻ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പക്വതയും വ്യക്തിത്വവുമുള്ള ഷീനയെ വോട്ടർമാർ കൈവിടില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഷീന. സാധാരണക്കാർക്ക് പലിശരഹിത വായ്പാ പദ്ധതികളുമായി ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ധനകാര്യ സ്ഥാപനങ്ങൾ പലതുമുണ്ടാകാം. എന്നാൽ 1 രൂപ പോലും പലിശ ഈടാക്കാതെ സ്വർണ്ണ വായ്പ നൽകുന്ന സ്ഥാപനം ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് മാത്രം.
മാത്രമല്ല ഗ്രൂപ്പ് ലോൺ, സേവിംഗ് അക്കൌണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിജിറ്റൽ EMI, RD, ബിസിനസ് ലോൺ തുടങ്ങി വിവിധ സ്കീമുകളും ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവിലൂടെ ലഭിക്കുന്നു. ഇത്തിരി പൊന്നിന് ഒത്തിരി മൂല്യം എന്ന ആപ്തവാക്യവുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിത കരങ്ങളിലാണെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 9444785954 9444785945 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.